നമ്മൾ സുന്നികൾ ഇവിടെ ചെയ്തു പോരുന്ന എന്തും അതിനൊക്കെ ലക്ഷ്യമുണ്ട്. ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു വന്നതുകൊണ്ടല്ലോ ഓനെ പറ്റി മനസ്സിലായിക്കോ. ഒന്നുക്കും ഒപ്പം മുത്തതിയാണ് അല്ലെങ്കിൽ മുത്തതിയാവാൻ പോവാണ്, അങ്ങനെ തന്നെ ചോദിക്കോളും. ഒരു സുന്നിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്താ, ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ശരിക്കുള്ള ഇത്തിബാ, ഈ മുസ്ലിം ലോകം ഇവിടെ ചെയ്തു പോകുന്നത് അത് മുഴുവൻ ശരിയാണ്. ഉമാ ഹസനുൽ മുസ്ലിമൂന ഫൗവ ഇൻദല്ലാഹി ഹസൻ, അവിടെ ഒന്നാ മതി, അതിൻ്റെ അപ്പുറം പോണ്ട. അത്രേ നമുക്കുള്ളൂ. നമ്മളെ മഹാന്മാരാവുന്ന ആലിമ്യങ്ങൾ, ഇത് ചില്ലറ ആലിമ്യങ്ങളല്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ആലിമ്യങ്ങൾ നമ്മളെല്ലാവരും പിടിച്ചുകൊണ്ടേ കണ്ട് നരകത്ത് കൊണ്ടാക്കൂലല്ലോ. അവർ ശരിയായ റൂട്ടിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിപ്പിക്കണത്, ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക. അതാണല്ലോ തരീഖത്ത് എന്ന് പറഞ്ഞാലും. അതാണ് സമസ്ത കേരള രണ്ട് പണി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യാണ്. ശരീഅത്തിൻ്റെ ആ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ കൊണ്ടുപോവുക, അതാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. ആ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്തേണ്ടോടത്ത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കാൻ കഴിവുള്ളവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ മുഴുവൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ. അപ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, അവർ പറഞ്ഞതൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്തോളീന്നാ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എല്ലാം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിലും ഹദീസിലുള്ളത് തന്നെയാണ് എല്ലാം. നമ്മൾ നടത്തിപ്പോരുന്ന ഏത് ആചാരങ്ങളും ആ ആചാരങ്ങൾ നമ്മൾ നോക്കിയാൽ ഒന്നിരിക്കൽ വ്യക്തമായിട്ട് ഏതെങ്കിലും നിലക്ക് വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ അതിനെ സംബന്ധിച്ചുള്ളതായ വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടാവും, അതെങ്കിലും സൂചിപ്പിച്ചുകൊണ്ടുണ്ടാവും. അതൊന്നും അല്ലാന്ന് വെക്കുക. എന്നാൽ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അവർ ചെയ്തതായിരിക്കും. അവർ ചെയ്തത് വിശുദ്ധമായ ദീനാണെന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. അപ്പോൾ എല്ലാത്തിനും ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ആയത്തും ഹദീസുണ്ട്. എങ്ങനെ? ഒന്നിരിക്കൽ അതിനെ സംബന്ധിച്ച് സ്പഷ്ടമായ നിലക്ക് ആയത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഹദീസിലോ അതിൻ്റെ വിവരണം ഉണ്ടാവും, അതല്ലെങ്കിൽ സൂചന നിലക്കുള്ള വിവരണം ഉണ്ടാവും. ഇത് രണ്ടും അല്ലെങ്കിലോ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അത് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതും ദീനാണ്. അപ്പം അത് അങ്ങനെ അവർ ചെയ്തതിനോട് പിൻപറ്റണം എന്നുള്ളത്. ഇപ്പം മഹാനാവുന്ന അനസ് ബിൻ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ മൂപ്പര് പള്ളിയിലെത്തി, കൂഫയിൽ എത്തിയതിൻ്റെ ശേഷം മൂപ്പര് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അപ്പം മൂപ്പര് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരാൾ മൂപ്പരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തപ്പോൾ ഒരു സുന്നത്ത് നിസ്കരിക്കണം? അപ്പോൾ അനസ് ബിൻ മാലിക് അവരോട് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്നല്ല മറുപടി പറഞ്ഞത്. ലൗലം യഫഅൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅൽതുഹു, നബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എടോ, ഞാനൊരു പണി ചെയ്താൽ ആ പണിൻ്റെ അടിസ്ഥാനത്തിനെ പറ്റി നീ ചോദിക്കാന്ന് പറഞ്ഞത് തന്നെ ശരിയായില്ല. കാരണം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിൽപ്പെട്ടതായ ഒരാളാണ്. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്, ആരോട് പിൻപറ്റിയാലും നമ്മൾ ഹിദായത്ത് തന്നെയാണെന്ന. അപ്പോൾ ഞാനൊരു പണി ചെയ്തിരിക്കുകയാണെങ്കിൽ ആ പണിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന നിന്റെ ചോദ്യം തന്നെ ശരിയല്ല. അതാണ് നബി അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നല്ല അനസ് ബിൻ മാലിക് തങ്ങൾ മറുപടി പറഞ്ഞത്. അനസ് ബിൻ മാലിക് തങ്ങൾ മൂപ്പര് ഈശ്വരനോട് മറുപടി പറഞ്ഞത് എന്താ? നബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ സഹാബത്ത് ചെയ്തതിനെ സംബന്ധിച്ച് അത് റസൂല ചെയ്തീനോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള ഈ ചോദ്യം തന്നെ ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തൊന്നും ഞങ്ങൾ ചെയ്യൂല. ഇതാണ് അനസ് ബിൻ മാലിക് തങ്ങൾ മറുപടി പറഞ്ഞത്. അപ്പം അതുകൊണ്ടിട്ട് വിശുദ്ധ ഖുർആനിലുള്ളത് മാത്രം, ഹദീസിലുള്ളത് മാത്രം, അല്ലെങ്കിൽ വ്യക്തമായിട്ടോ സൂചനയായിട്ടോ ഇത് മാത്രമേ സുന്നികളാവുന്ന നമ്മളെ ആചാരങ്ങൾ മുഴുവനുള്ളൂ. ഏത് ആചാരത്തിനെ പറ്റി പരിശോധിച്ച് നോക്കിയാൽ. അപ്പം അതുകൊണ്ടിട്ട് ആചാരങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഈ ആചാരങ്ങളെല്ലാം കൂടി ഇപ്പം ഈ 1 മണിക്കൂറിലോ അല്ലെങ്കിൽ 2 മണിക്കൂറിലോ ഒന്നായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിയണതല്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില സംഗതികൾ അത് മാത്രം പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്താവുന്നതായ നമ്മുടെ ഈ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടുപോയ ഓരോ പ്രവൃത്തിയും ഇനി നടത്താൻ പോകുന്നതൊക്കെ അത് വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ ഒരു ഖിദ്മത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ച് അള്ളാഹു നാളെ ആഖിറത്തിൽ നമുക്കൊക്കെയുള്ള ഹസനാത്തിൻ്റെ തുലാസിൽ ഇതിനൊക്കെ ഒരു വലിയ ഭാരമായും കൊണ്ട് അള്ളാഹു അതിനെ തൂക്കിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾക്കുള്ളതായ ഈ പരിപാടി ഇതിൻ്റെ അവസാനം വരെ
ഇത് അതിൻ്റെ എല്ലാവിധ ബഹുമതിയോടുകൂടെയും അതിൻ്റെ ആദരവോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ഈ പരിപാടികളൊക്കെ നടത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മളെ സുന്നികളെ ആചാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ തെൽഖീൻ. ഈ തെൽഖീന് മുജാഹിദ് വിഭാഗം അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇവരൊന്നും അംഗീകരിക്കാത്ത ഒന്നാണ് തെൽഖീൻ. ഉറൂസ് ഇത് സുന്നികളാകുന്ന നമ്മളെ ആചാരമാണ്. ബർക്കത്ത് എന്ന് പറയുന്നൊരു സംഗതി ഇവിടെ ഉണ്ടെന്നും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ സ്ഥലങ്ങൾക്കൊക്കെ ഒരു ബർക്കത്ത് ഉണ്ട് നമ്മൾ വിശ്വസിക്കാം. അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു ഭാഗമാണ്. അതനുസരിച്ചുള്ള ആചാരങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നവരാണ് ഇവിടുത്തെ ബിദ്അഈ പ്രസ്ഥാനക്കാർ. അതുപോലെ തന്നെ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംഗതി, ഉറൂസ് എന്ന് പറഞ്ഞാൽ സിയാറത്ത് തന്നെയാണ്, അതിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംഗതികളൊക്കെ ഇതിനെ എതിർക്കുന്നവരാണ് ഇവിടുത്തെ മുജാഹിദ് വിഭാഗക്കാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്തൊക്കെ. പിന്നെ മാലകൾ, മൗലൂദുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതും നമ്മളൊരു ആചാരം തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തുകൊണ്ട് പോരുന്നത്. മാലകളൊക്കെ അത് ഇപ്പോൾ നമ്മൾ ചെല്ലണ മാല അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് മാലകൾ, മൗലൂദുകളൊക്കെ. മാത്രമല്ല മൗലൂദ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായ ഒരു ദിക്റാണെന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മളെ ആചാരങ്ങളിൽപ്പെട്ടതാണ് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരു 7 കഴിച്ച, 3 കഴിച്ച, 40 കഴിച്ച, വർഷം കഴിയുമ്പോൾ ആണ്ട് കഴിക്കുക. ഇത് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ആചാരമാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ആ ചെയ്ത സംഗതി അത് വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രത്യേകമാവുന്നതായ ഒരു ആചാരത്തിൽപ്പെട്ടതാണ്. ഇതിനെതിർക്കുന്നവരാണ് ഇവിടുത്തെ സർവ്വ ബിദ്അഈ പ്രസ്ഥാനങ്ങളും. ആണ്ടിനെ എതിർക്കുന്നവരാണ്. ഈ 3, 7 അതുപോലെ തന്നെ 40 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതായ ചില സംഗതികളുണ്ട്. ഇതിനൊക്കെ എതിർക്കുന്നവരാണ്. ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ. പിന്നെ പ്രത്യേകമായ ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുക. ആ ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണത്തിനെ പള്ളിയിൽ കൊടുത്തയക്കാം. ഇത് നമ്മൾ സുന്നികൾക്കുള്ളതായ ഒരു ആചാരമാണ്. ഇപ്പോൾ റജബ് 27 അല്ലെങ്കിൽ പിന്നെ റമദാൻ 27, ശഅബാൻ 15 ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളെ നാടുകളിലൊക്കെ കാണാം. പ്രത്യേകമാവുന്നതായ ഒരു ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം നമ്മൾ പള്ളിയിലേക്ക് കൊടുത്തയക്കണം. വീട്ടുകാർക്കൊക്കെ പ്രത്യേകമാവുന്നതായ പലഹാരങ്ങളും പിന്നെ അതുപോലുള്ള പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇത് നബി സല്ലല്ലാഹു ഇത് പിന്നെ വിശുദ്ധമാവുന്നതായ ഒരു ശരീഅത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആചാരങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മഹദികളാവുന്നതായ ബീവിമാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അംഗീകരിച്ചു എന്നാണ്. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ അത് കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ നാടുകളിലൊക്കെ നോക്കിയാൽ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേകമാവുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ആ ഭക്ഷണങ്ങളൊക്കെ പിന്നെ പള്ളിയിലേക്ക് കൊടുത്തയക്കുകയൊക്കെ ചെയ്യുന്നതായ ഒരു പതിവ്. ഇതിൻ്റെ നേരെ പതിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സഹാബിയാത്താവുന്ന ബീവിമാർ അങ്ങനെ ചെയ്തിരുന്നു. ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഈ സംഗതികളൊക്കെ പിന്നെ മാലകൾ അതുപോലെ തന്നെ ഖുതുബിയ്യത്ത്. അപ്പോൾ നബി കാലഘട്ടത്തിൽ ഖുതുബിയ്യത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുതുബിയ്യത്തിൻ്റെ ആ രൂപത്തിലുള്ള ഖുതുബിയ്യത്ത് ഉണ്ടാവില്ല. കാരണം എങ്കിലും അതൊരു എന്താണ് ഈ ഖുതുബിയ്യത്ത്, ആ ഖുതുബിയ്യത്തിലുള്ള സംഗതികൾ എന്താ, ഇതിൻ്റെ ഈ അടിസ്ഥാനപരമായി ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ സംഗതികൾ മുഴുവനും അത് ബിദ്അത്തല്ല, അത് ശിർക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ നടന്നു പോരുന്നതായ ആചാരങ്ങൾ ഇതിൻ്റെ രൂപത്തിലല്ലെങ്കിൽ മറ്റു പല രൂപങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ നടത്തിപ്പോന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുന്നി ലോകം, ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്ത് എവിടെ സുന്നികളുണ്ടാത്ത ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നല്ല സുന്നികളാണ്. അപ്പോൾ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ നടന്നു പോരുന്നുണ്ട്. ഇത് വിശുദ്ധമാവുന്നതായ ശരീഅത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വെറും അനുഷ്ഠാനങ്ങളും
അല്ലെങ്കിൽ വെറും വിശ്വാസങ്ങൾ മാത്രമല്ല, ചില ആചാരങ്ങൾ കൂടി ഉൾക്കൊണ്ടതാണ് വിശുദ്ധമായ ശരീഅത്ത്. അപ്പോൾ ഏതായാലും നമ്മൾ ഓരോന്നിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം. ഉദാഹരണം ഇപ്പോൾ തെൽഖീനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് തെൽഖീൻ ചൊല്ലിക്കൊടുക്കണം എന്ന് പറയുന്നതായ ഹദീസുകൾ കാണാം. ആ ഹദീസ് വഈഫാണെന്നൊക്കെ ചില ആളുകൾ അയിമത്തിൽ നിന്നുള്ള ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഹദീസ് അവരൊക്കെ അവലംബിക്കുന്നതായ ചില പ്രത്യേകമാവുന്ന മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിനെ സ്ഥിരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഹദീസ് അങ്ങനൊരു ഹദീസ് ഇല്ല എന്നല്ല, ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നല്ല പറഞ്ഞത്. അവർ മഹാന്മാരാവുന്ന മുഹദ്ദിസീങ്ങൾ, ഹദീസിൻ്റെ അയിമ്മത്ത്, അവർക്കുള്ളതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇതിനെ സംബന്ധിച്ച് അവർക്കത് സഹിയാണെന്ന് വിലയിരുത്താനുള്ളതായ അതിൻ്റെ രേഖകൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അത്രയാ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ തെൽഖീനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരാവുന്നതായ അയിമ്മത്തിൻ്റെ കിതാബുകളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? വയുസ്തഹബ്ബു അൻ യുലഖ്ഖനൽ മയ്യിത്തു ബഅദ ദഫ്നീൻ, മയ്യത്തിനേക്ക് ചൊല്ലിക്കൊടുക്കണം. പ്രത്യേകമാവുന്നതായ ചില വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടി വന്നതായ ചില വചനങ്ങളുണ്ട്. അത് ദഫിൻ്റെ ശേഷം, മയ്യത്തിനെ മറമാടിയതിൻ്റെ ശേഷം അത് ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് ഫയുഖാലു യാ ഇബ്നമത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുക്രിമാരോ അല്ലെങ്കിൽ ഖത്തീബുമാരോ അല്ലെങ്കിൽ മറ്റതിൽ നിയോഗിക്കപ്പെട്ട ആളുകളോ ഖബറിൻ്റെ അടുത്ത് ഇരുന്ന് ചെല്ലണതായ അതാണ് തെൽഖീൻ. ആ തെൽഖീനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനെ സംബന്ധിച്ച് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയത് എന്താ? മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ തന്നെ അവരെ ശറഉൽ മുഹദ്ദബിലും അതുപോലെ തന്നെ റൗളയിലും ഒക്കെ അവർ രേഖപ്പെടുത്തിയത് ഖുൽതു ഹാദ തെൽഖീനു ഇസ്തഹബ്ബഹു ജമാഅത്തുൻ മിൻ അസ്ഹാബിന, ഇത് സുന്നത്താണ് എന്ന് നമ്മളെ അസ്ഹാബിമാരിൽ നിന്നുള്ളതായ മഹാന്മാരാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ പറയാണ് വൽ ഹദീസുൽ വാരിദു ഫീഹി വഈഫുൻ, ഈ തെൽഖീൻ വേണമെന്ന് പറയുന്ന ഹദീസ് വഈഫാണെന്ന് പറഞ്ഞാൽ ഹദീസ് ഇല്ല എന്നല്ല. ആ ഹദീസിൻ്റെ സാധുതക്ക് അവർ അവലംബിച്ചതായ മാനദണ്ഡം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ ഹദീസ് ഇല്ല എന്നോ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്നല്ല. അതുകൊണ്ട് അത് പറഞ്ഞതിൻ്റെ ശേഷം മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ പറയുന്നത് എന്താ? ലാക്കിൻ അഹാദീസുൽ ഫവായിലി യുതസാമഉ ഫീഹാ ഇൻദ അഹ്ലിൽ ഇൽമി മിനൽ മുഹദ്ദിസീന വഗൈരിഹിം വഖദ് ഉതുവ ഹാദൽ ഹദീസു ബിശവാഇദ മിനൽ അഹാദീസി സഹിഹത്തീൻ. അപ്പോൾ ഈ ഹദീസ് ഹുജ്ജത്തിന് കൊള്ളുന്ന ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ ഹദീസ് ഇങ്ങനത്തെ ഹദീസുകൾ ഫവായിലിനെ സംബന്ധിച്ച് പറയണേ ഇതുപോലുള്ളതായ ഹദീസുകൾ, ആ ഹദീസുകളിലൊക്കെ അത് നമ്മളെടുത്ത് മാനദണ്ഡമായും കൊണ്ട് നമ്മൾ സ്വീകരിച്ചതായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടിട്ട് അതിനെ സ്ഥിരപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ എന്താക്കുക, ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുക. മാത്രമല്ല ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളൊക്കെ റിവായത്ത് ചെയ്തതായ സഹിയായ ഹദീസിൽ നിന്നുള്ള പല ഹദീസുകളെ കൊണ്ടും ഈ ഹദീസിനെ ശക്തിപ്പെടുത്താൻ കഴിയും ചെയ്യും. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ടിട്ട് അമൽ ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സുന്നികളാവുന്ന നമ്മളൊക്കെ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവന് മറവ് ചെയ്യപ്പെട്ടാലേ അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി ഈ മുഖ്രിയോ അല്ലെങ്കിൽ ഖത്തീബോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരാണോ ചൊല്ലിക്കൊടുക്കുന്നവനായി ചൊല്ലിക്കൊടുക്കുന്നത്. ഇത് കിതാബ് റൂഹിൽ ഇബ്നു ഖയ്യിം അവർ ഇതിനെന്തായിട്ടുണ്ട്, ഈ സംഗതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ട് വഇദാ കാന യുസ്അലു ഫഇന്നഹു യസ്മഉ തൽഖീൻ. അപ്പോൾ ഇമാം നവവി തങ്ങൾ പറഞ്ഞതുപോലെ തൽഖീനെ സംബന്ധിച്ച് കിതാബ് റൂഹിൽ ഇബ്നു ഖയ്യിം പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മൂപ്പർ അവസാനമായി പറയാണ് വഇദാ കാന യുസ്അലു, ഈ മയ്യത്തിനോട് ചോദിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഫഇന്നഹു യസ്മഉ തൽഖീൻ, അപ്പോൾ അവന് ചൊല്ലിക്കൊടുത്താൽ ആ ചൊല്ലിക്കൊടുക്കൽ അവൻ കേൾക്കും ചെയ്യും, അവർക്ക് ചൊല്ലിക്കൊടുക്കും വേണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നമ്മൾ മഹാന്മാരാവുന്നതായ അയിമ്മത്തിൻ്റെ കിതാബുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഹദീസിനെ വളരെയധികം
ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്നും ഇത് വളരെ അമൽ ചെയ്യാൻ പറ്റിയതായ ഹദീസാണ്. ഇതെനിക്ക് മറ്റു പല ഹദീസുകളെ കൊണ്ട് ഈ ഹദീസിനിക്ക് ശക്തി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, ഈ ഹദീസ് ഹുജ്ജത്തിന് വഈഫാണെന്ന് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം ഇതാണ്. സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹദീസ് സഹിയാവാൻ വേണ്ടി നമ്മൾ അവലംബിച്ചതായ അതിൻ്റെതായ അടിസ്ഥാനപരമായ അതിൻ്റെ രേഖകൾ, ആ രേഖകളനുസരിച്ച് നമുക്കിതിനെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ട് രേഖകൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥമുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഈ ഹദീസിനിക്ക് ഇന്നതായ ഹദീസുകളെ കൊണ്ട് ഈ ഹദീസിനെ മറ്റ് സഹിയായ പല ഹദീസുകളെ കൊണ്ടും ഈ അർത്ഥം വരുന്ന പല ഹദീസുകളെ കൊണ്ടും ഈ ഹദീസിനിക്ക് ശക്തി കിട്ടിയതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖബറിൻ്റെ എഴുത്ത് വെച്ചിട്ടും മയ്യത്തിൻ്റെ എഴുത്ത് വെച്ചിട്ടുമൊക്കെ ഖുർആൻ ഓതാൻ പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ ഖബറുകളൊക്കെ ഒരു 7 ദിവസത്തെ ഓത്തുണ്ട്. പഴയ കാലത്തുണ്ടെങ്കിൽ 7 ദിവസം 14 ദിവസമൊക്കെ ഓതലുണ്ടായിരുന്നു. ഇപ്പോൾ ഓതാൻ ആളെ കിട്ടണില്ല, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട സംഗതിയല്ല എന്ന് നമുക്കും ചില ആളുകൾക്ക് തോന്നിപ്പോവാണ്. അപ്പോൾ ഇതൊരു ആവശ്യമുള്ള സംഗതിയല്ല എന്ന് നമ്മളിൽ നിന്നുള്ള ചില ആളുകൾക്ക് ഒരു സംശയം തോന്നിപ്പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്, മയ്യത്തിൻ്റെ അടുത്ത് ഖബർ പിന്നെ അതിനെ ഈ മയ്യത്ത് കട്ടിലിൽ വെച്ച പാടുള്ളൊരു ദുആണ്ട്. മയ്യത്ത് കട്ടിലിൽ വെച്ച പാട് ദുആ, മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ദുആർക്കൽ അത് ആ സമ്പ്രദായം ഉണ്ടായിരുന്നോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. മയ്യത്ത് കട്ടിലേക്ക് മയ്യത്തിനെ എടുത്തു വെച്ച പാടുള്ള ദുആ, ഖബറിൻ്റെ അടുത്തുള്ള ദുആ, ഖബറിൻ്റെ അടുത്തുള്ള ഓത്ത്, മയ്യത്തിൻ്റെ അടുത്തുള്ള ഓത്ത്. അപ്പോൾ മയ്യത്തിൻ്റെ സമീപത്ത് നിന്ന് ഓതുക, ഖബറിൻ്റെ അടുത്തുള്ള ഓതുക. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരാവുന്നതായ ഇമ്മത്ത് കിതാബുർ റൂഹിൽ ഇബ്നു ഖയ്യിം തന്നെ ഈ വിഷയത്തിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? വഖദ് ദുഖിറ അൻ ജമാഅത്തി മിനസ് സലഫ് അന്നഹും ഔജബു അൻ യുഖ്റാ ഇൻദ ഖുബൂരിഹിം വഖ്ത ദഫൻ. ദഫിൻ്റെ സമയത്ത് ഖബറിൻ്റെ അടുത്ത് വന്ന് ഓതണം എന്നുള്ളതിന് നിർബന്ധമാണെന്ന് അവർ പറഞ്ഞു എന്നാ അയിമ്മത്ത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ അമറ അൻ യുഖ്റാ ഇൻദ ഖബരിഹി സൂറത്തുൽ ബഖറ, അമറ അൻ യുഖ്റാ ഇൻദ ഖബരിഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറിനെ മൂപ്പര ഖബറിൻ്റെ അടുത്ത് നിന്ന് ഓതപ്പെടണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ കൽപ്പിച്ചു എന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്കുള്ള ഈ കൽപ്പന പോലെ മഹാനാവുന്ന അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അനസ് ഇബ്നു മാലിക്കിനോട് മൂപ്പര ശിഷ്യൻ ചോദിച്ചു, ഇത് റസൂൽ അങ്ങനെ ചെയ്തിക്കണോ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, റസൂൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല. അപ്പം നമ്മൾ ചെയ്യണതായ പെണ്ണിനെ പറ്റി നബി അങ്ങനെ ചെയ്തിക്കണോ ചെയ്തിക്കണോ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അവർ റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടി ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സഹാബത്ത് മുഴുവനും നബിൻ്റെ പിന്നാലെ കൂടി നട്ടോട്ടോടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അമലുകളും നബിൻ്റെ സർവ്വ സംഗതികളും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പ്രത്യേകിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് പ്രത്യേകമാവുന്നതായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് മുത്തബി സുന്ന എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാനുള്ള കാരണം. അവർ ആണ് ഈ പറയുന്നത് അൻ യുഖ്റാ ഇൻദ ഖബരിഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഖബറിൻ്റെ അടുത്ത് ഓതണം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മഹാന്മാരാവുന്ന പലരെ തൊട്ടും അവരവരെ ഖബറിൻ്റെ അടുത്ത് ഫാത്തിഹ സൂറത്ത് ഓതണം, സൂറത്തുൽ ബഖറിൻ്റെ ആദ്യം ഓതണം, സൂറത്തുൽ ബഖറിൻ്റെ അവസാനം ഓതണം. മാത്രമല്ല എന്നിട്ട് അതിനൊക്കെ അവർ ലക്ഷ്യമായും കൊണ്ട് അയിമത്ത് രേഖപ്പെടുത്തിയത് എന്താ? സമീഅത്തു ഇബ്നു ഉമർ യൂസി ബിദാലികാന, ഇബ്നു ഉമർ തങ്ങൾ ഈ സംഗതി കൊണ്ടിട്ട് അവർ വസിയത്ത് ചെയ്തിരുന്നു. മഹാനാവുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആദ്യം ഓതണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. അങ്ങനെ ഓതണ്ടെന്നുള്ള അഭിപ്രായക്കാരനായതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ ഓതുന്നതിനെ മൂപ്പര് എതിർത്തിരുന്ന ആ എതിർത്ത അവസരത്തിൽ അവർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് അവർ ശിഷ്യന്മാരിൽപ്പെട്ടതായ ഒരുത്തൻ ഈ ഓത്തിനെ സംബന്ധിച്ച് ഖബറിൻ്റെ അടുത്തുള്ള ഓത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഖബറിൻ്റെ എടുത്ത് വെച്ച് ഓതണമെന്നതിനെ സംബന്ധിച്ച് വല്ല സഹിയായ നിലക്ക് വല്ലതും സ്ഥിരപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഇത് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് അതെനിക്കൊരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു, ഒരു ലക്ഷ്യം എൻ്റെ അടുത്തില്ല. അപ്പോൾ മൂപ്പരോട് ഈ ചോദിച്ച ആൾ പറഞ്ഞു, പിന്നെ യഹ്യ ഇബ്നു മുഈൻ തങ്ങളോട് ഈ സംഗതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്.
അപ്പം മൂപ്പർ അതിൽ ഈ ഖബറിൻ്റെ അടുത്ത് ഓതണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ ഒരു ഹദീസ് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഹദീസ് വായിച്ചു. ആ ഹദീസ് വായിച്ചും കൊണ്ട് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പിന്നെ അതിനെ അംഗീകരിച്ചു. അത് പറഞ്ഞു തന്ന ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ആളെ പറ്റി അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം സിഖത്താണ്, അതുകൊണ്ട് മൂപ്പർ പല സംഗതികളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കത്തബുത്തുവാൻ ഊഷിയാൻ മൂപ്പരിൽ നിന്ന് പലതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാൻ എൻ്റെ ആദ്യത്തെ അഭിപ്രായത്തിന് തൊട്ട് ഞാൻ മടങ്ങിയെന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഖബറിൻ്റെ അടുത്ത് ഓതണം, ഖബറിൻ്റെ അടുത്ത് അത് ഓതുക. അത് 7 ദിവസം ഓതാൻ വേണ്ടി മഹാന്മാരാവുന്നതായ അയിമ്മത്തിൽ നിന്നുള്ളതായ പലരും അവരതായ ഹദീസ് അസറുകളിലും മറ്റൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു ആചാരമാണ് ഏത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാടുകളിലൊക്കെ ഇപ്പോൾ നടന്നു പോരുന്ന മാതിരിക്ക് ഈ ലോകത്തിൻ്റെ സുന്നി ആചാരമുള്ള സുന്നികളുള്ള എല്ലാ സ്ഥലത്തും നടക്കപ്പെടുന്ന ഒന്നാണ് ഉറൂസ് എന്നാണ്. എല്ലായിടത്തും, ഈ കേരളത്തിൽ മാത്രമുള്ളൊരു സംഗതിയല്ല. ലോകത്ത് സുന്നികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ പോയി ചില ആളുകൾ വരുമ്പോൾ അവർക്ക് തോന്നും അവിടെ ഇങ്ങും അതില്ലാന്ന്. അവിടെ മുമ്പ് അതുണ്ടായിരുന്നു. അവിടെ ഈ ഭരണകൂടം വരുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ അവിടെ യഥാർത്ഥ സുന്നികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവർ വന്നപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബവും ഇവർ ഈ ഇന്നത്തെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ അവരെ പിതാക്കന്മാരും കൂടിയിട്ട് പ്രത്യേകമാവുന്ന ഒരു കരാറുണ്ട്. ഈ ദീനീ രംഗത്തുള്ളതായ എല്ലാ ഫത്വകളും ഇവിടെ ഉള്ളതായ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള അധികാരം ഞങ്ങൾക്ക് തരണം. എന്നാൽ നിങ്ങളെ ഞങ്ങൾ ഭരണത്തിൽ സഹായിച്ചോളാം. ആ ഭരണത്തിന് ഇവർ അങ്ങോട്ട് സഹായിച്ചു കൊടുത്തു. ഭരണത്തിന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു. ഇവരാണെങ്കിലോ ഭരണകർത്താക്കൾ ഇവർക്ക് എന്താക്കി, ഈ ആലു ഷേഖ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബം, ആ കുടുംബത്തിൽ എനിക്ക് കൊടുത്തു അവിടുത്തെ മതപരമായ കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ മുഴുവനും. അപ്പോൾ അവിടുത്തെ എത്രയോ മസാറുകൾ നമ്മളെ നാടുകളിലൊക്കെ ഉള്ളതുപോലെ വലിയ മസാറുകളും വലിയ മഖ്ബറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് തരിപ്പണാക്കി. അങ്ങനെ അവിടെ ഉറൂസുകളുണ്ടായിരുന്നു. ആ ഉറൂസുകളൊക്കെ നിർത്തലാക്കി. നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ മാലകളും മൗലിദുകളൊക്കെ ഉണ്ടായിരുന്നു. മഹാനാവുന്ന അസരി തങ്ങൾ ഒരിക്കലും എന്നോട് പറഞ്ഞു, അവർ പിന്നെ ഈ വാദി ദവാസുർ അടുത്ത് മൂപ്പര് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു അസം ദേശം പള്ളിയിലുള്ളതായ ഒരു ഇമാമിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. 2-3 പോലീസുകാർ കൊടുത്തിട്ട് അവരടുത്ത് മഹ്കമ ശർഈയത്തിൽ നിന്നുള്ളതായ ഒരു കടലാസുണ്ട്. ഇത് ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അവിടുന്ന് വായിച്ചു. എന്താണ് വായിച്ചതെന്നറിയോ? ഒരു കിതാബ് ഇങ്ങനെ എടുത്ത്, ഒരു മൗലിദി കിതാബ്. ആ മൗലിദി കിതാബ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതിലുള്ളത് മുഴുവൻ ശിർക്കാണ്. ഇത് പാടുകയും പറയുന്ന ആളാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ 40 അടി അടിക്കണം എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ് മഹ്കമത്ത് ശർഈയിൽ നിന്നുള്ളതായ ഉത്തരവാണ്. അതുകൊണ്ട് 40 അടി നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ച് അടിക്കാനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവനെ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആ മൗലിദി കിതാബ് എടുത്ത് ചുട്ടു എന്ന് പറഞ്ഞു. ആ മൗലിദി കിതാബ് എടുത്ത് ചുട്ടിട്ട് അതിൻ്റെ ശേഷം എന്താക്കിയെന്നറിയോ? ഈ അടി അടിച്ചു, 40 അടി അടിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ അടിച്ചു, ഇത് എടുത്ത് ചുട്ടും ചെയ്തു. അപ്പോൾ നോക്കവിടെ അവിടെ മൗലിദുകൾ ഉണ്ടായിരുന്നു. മൗലിദ് ഞാൻ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ് തന്നെ മനസ്സിലാക്കും. മൗലിദ് എന്നുള്ളതൊരു പ്രധാനമായ ദിക്റാണ്. അതുകൊണ്ടിട്ടാണ് മൗലിദ് നമ്മുടെ നാടുകളിലൊക്കെ അതൊരു ദിക്റായതുകൊണ്ടാണ് പല ആളുകളും, പല മഹാന്മാരാവുന്ന ആളുകളൊക്കെ പല രോഗശമനത്തിന് വേണ്ടിയൊക്കെ മൗലിദ് നേർച്ചാക്കാൻ കാരണം. അപ്പം ഈ ഭരണകൂടം വരുന്നതിന് മുമ്പ് അവിടെയും അത് ഈ വഹാബിസം അല്ലെങ്കിൽ ഈ ബിദ്ഈ ആശയങ്ങൾ അത് വരാത്ത രാജ്യങ്ങളിലൊക്കെ നോക്കുക, അവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ശരിയായ ഈ ആശയങ്ങളും ഈ ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും മൗലിദുകളും അതുപോലെ തന്നെ ഈ ഉറൂസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ മാത്രമുള്ളൊരു സംഗതിയല്ല ഉറൂസ് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉറൂസുകൾ എന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ സംഗതികളെല്ലാം എന്താണ് ഉറൂസ്, ആ ഉറൂസിൽ ചെയ്യുന്ന സംഗതികളൊക്കെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. എന്താ ഉറൂസിലുള്ള ഒന്ന്? ഉറൂസ് എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാവ് അല്ലെങ്കിൽ അമ്പിയാവ് അവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമാവുന്നതായ വർഷത്തിലൊരിക്കലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാറത്ത് ഉണ്ടാക്കിയ ഒരു സംഭവം. ഉഹദ് ശുഹദാഇനെയും മറ്റു പലരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്യാൻ പോയി. ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്തിന് പോയി വർഷത്തിലൊരിക്കൽ.
വർഷത്തിലൊരിക്കലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളത് ഉഹദ് ശുഹദാവിനെ. ഉഹദ് ശുഹദാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സിയാറത്ത് ചെയ്തിട്ടുണ്ട്, വർഷത്തിലൊരിക്കലല്ല. പക്ഷെ വർഷത്തിലൊരിക്കലുള്ള സിയാറത്ത് ഒരു പ്രത്യേക സംഭവമാക്കി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കി, ഒരു പ്രത്യേക സംഭവമാക്കിയത്. അതെന്തിനാ പ്രത്യേക സംഭവമാക്കിയത്? വർഷത്തിലൊരിക്കലുള്ളതായ സിയാറത്ത് പ്രത്യേകമായ സുന്നത്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, നബിയും സഹാബത്തും നബിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പലരും എല്ലാം കൂടിയുള്ളതായ ഒരു സിയാറത്തിനാണ് നബി പോയത്, ഉഹദ് ശുഹദാവിനെ, വർഷത്തിലൊരിക്കൽ. അങ്ങനെ ഓരോ വർഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബൈഹഖി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അതിൻ്റെ ശേഷം ഈ സംഭവം മഹാന്മാരാവുന്ന പല മുഫസ്സിറുകളും അവരെ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു കസീർ അവരെ കിതാബുകളിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷത്തിലൊരിക്കൽ ഉഹദ് ശുഹദാവിനെ മാത്രമല്ല, പലരും ഉഹദ് ശുഹദാവിനെ മാത്രം തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയും. അങ്ങനെ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ പോയി. അത് എന്തിനു വേണ്ടിയാണ് പോയത്? വർഷത്തിലൊരിക്കലും ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സുന്നത്താണ്. എന്നിട്ട് അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്, സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ഒരു 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം അത് വേറൊരു സിയാറത്ത് ഉണ്ടാക്കി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. 8 വർഷം കഴിഞ്ഞതിന് ശേഷം 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്ത സിയാറത്ത് എങ്ങനെയെന്നറിയോ? ആ സിയാറത്തിൻ്റെ രൂപം സ്വലാത്തുഹു അലൽ ജനാസത്തീന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നു. ജനാസ നിസ്കാരത്തിലുള്ളതായ ഒരു ദുആ പോലത്തതായ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആയിരുന്നു. അപ്പോൾ പല സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്യാൻ പോകലുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്നതായ ഒരു സിയാറത്തിനെ നബി ഏർപ്പെടുത്തിയിരുന്നു. ഇതല്ലാതെ അതെന്തിനു വേണ്ടിയാന്നാൽ നബി എപ്പോഴും ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോയ ഒരു സിയാറത്തായിട്ട് ഇതിനും കണക്കൂട്ടിയാൽ പോരെ? മഹാന്മാർ പ്രത്യേകം രേഖപ്പെടുത്താനുള്ള കാരണം എന്താ? അത് വർഷത്തിലൊരിക്കലുള്ള ഒരു സിയാറത്ത് എന്നുള്ളത്, ഒരു മഹാൻ മരണപ്പെട്ടു വർഷം തികയുമ്പോൾ അവിടെ ഒരു സിയാറത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായ സുന്നത്താണ്, ഇതന്നെയുള്ള ഉറൂസ്. എന്നിട്ട് ആ സിയാറത്തിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സിയാറത്തിൻ്റെ സ്വഭാവം പഠിപ്പിച്ചത് എന്താ? ആ സിയാറത്തിൻ്റെ സ്വഭാവം മാത്രമല്ല, ആര് എവിടെ പോയി സിയാറത്ത് ചെയ്താലും ആ സിയാറത്തിൻ്റെ സ്വഭാവം സുന്നികളാവുന്ന നമ്മളിവിടെ ചെയ്യണത് പോലെ അൽഫാത്തിഹ പറഞ്ഞുകൊണ്ടുള്ള സിയാറത്താവണം. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. എന്താ? സ്വലാത്തുഹു അലൽ ജനാസത്തീൻ, ജനാസ നിസ്കാരം പോലത്തെ ഒരു നിസ്കാരം നിസ്കരിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ല, ഒരു ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ഇത് ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ ഹദീസിന് അർത്ഥം വെക്കാൻ പറ്റൂല. 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പോയ സിയാറത്ത് എന്താ? അത് സിയാറത്തിൻ്റെ സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വർഷത്തിലൊരിക്കൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? വർഷത്തിലൊരിക്കൽ ആണ്ടിലൊരിക്കലുള്ള സിയാറത്ത്, അത് പ്രത്യേകമായ സിയാറത്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ സിയാറത്ത് ചെയ്യാൻ ചെന്നാൽ അവിടെ ചെയ്യേണ്ട സ്വഭാവം എന്താ? വെറും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോരലില്ല. അസ്സലാമു അലൈക്കും എന്ന് പറയണം, അസ്സലാമു അലൈക്കും അത് സിയാറത്തിൻ്റെ ഒരു അദബ. അത് മാത്രമല്ല സിയാറത്തിനുള്ളത്, സിയാറത്തിന് പ്രത്യേകമായ ഒരു സ്വഭാവം ഉണ്ടോ. ആ സ്വഭാവം എന്താ? അതാണ് സ്വലാത്തുഹു അലൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ളതായ ആ ദുആ പോലത്തെ ദുആയിരുന്നു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനാവുന്ന നബിമാമ് തങ്ങൾ മാത്രമല്ല പലരും ഈ ഹദീസിനെ സംബന്ധിച്ച് അവർ പറയണത് എന്താ? സ്വലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞ ഈ വാക്കിനിക്ക് ജനാസസ്കാരത്തിലുള്ളതായ ജനാസസ്കാരം നിസ്കരിച്ചു എന്ന് ഏതായാലും ഈ ഹദീസിന് അർത്ഥം വെക്കാൻ പറ്റൂല. 8 വർഷം കഴിഞ്ഞതിന് ശേഷം ജനാസസ്കരിച്ചാൻ പോയി അവിടേക്ക് ഖബർക്ക് ചെന്ന് നിസ്കരിച്ചു എന്ന് ഈ ഹദീസിന് അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടിട്ട് ഷാഫികളാവുന്ന നമ്മളും നമ്മളെ മദ്ഹബിനോട് മുവാഫിഖാവുന്നതായ ചില അയിമത്തിൻ്റെ മദ്ഹബ് പ്രകാരം ശുഹദാഇന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ശുഹദാഇന് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം അമ്പിയാക്കന്മാരെ മേൽ മയ്യത്ത് നിസ്കരിക്കണില്ലേ? പിന്നെന്താ ശുഹദാഇന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ? അത് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, അവർ മേൽ മയ്യത്ത് നിസ്കരിക്കണോണ്ട് വേറെ ചില സംശയങ്ങൾ വരും. എന്താ? ഇന്നലെ വരെ ഇവിടെ തമ്മാടിത്തരം ചെയ്ത് നടക്കണവനാണ്. ഇന്ന് പോയി ശറഈൽ ഷഹീദ് എന്ന് പറയാൻ പറ്റുന്നതായ ഒരു യുദ്ധത്തിൽ പോയി ഷഹീദ് എന്ന് പറയാൻ പറ്റുന്ന നിലക്ക് അവൻ്റെ ഷഹാദത്ത് ഉണ്ടായാൽ
ശ്വതാവിൻ്റെ എല്ലാ ഫضലും അയാൾക്കുണ്ട്. അപ്പം അയാളെ മേൽ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു സംശയം തോന്നും. എന്താ, ഇയാൾ എത്ര വലിയവനാണെങ്കിലും ആ ശ്വാതാക്കന്മാർക്കൊക്കെ ഉള്ള ഈ ഫضല് എനിക്കുണ്ടെങ്കിലും നമ്മളെ നിക്കാരം എനിക്ക് വേണമല്ലോ. അമ്പിയാക്കന്മാരെ പറ്റി ആ സംശയം തോന്നൂല. അമ്പിയാക്കന്മാർ മാസൂമികളാണ്. അപ്പം അവരെ പറ്റിയുള്ള വിശ്വാസം എന്താ, അവർക്ക് ഒരു തെറ്റുമില്ല. നമ്മൾ നിസ്കരിച്ചാലും നമ്മളെ നിസ്കാരം കൊണ്ട് അവർക്ക് എന്താക്കലല്ല, മഗ്ഫിറത്തും മർഹമത്തും ഒന്നുമല്ല നമ്മളെ ഉദ്ദേശം. അവരെ ദർജയിലുള്ളതായ സിയാദത്താണെന്നുള്ളത് നമ്മളെ വിശ്വാസമാണ്. ശ്വാതാവിനെ സംബന്ധിച്ച് അങ്ങനെ ചിലപ്പോൾ വിശ്വസിക്കില്ല. അപ്പം ശ്വാതാവിൻ്റെ മേൽ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മദ്ഹബ് അങ്ങനെയാണ്. അതിനോട് മുവാഫിഖായ പല മദ്ഹബുകളുണ്ട്. അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം ശ്വാതാവിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാം. എന്നാൽ ഈ ഹദീസിനിക്ക് ഇവിടെ സ്വലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞ ഈ ഹദീസിനിക്ക് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം ജനാസസ്കാരം നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം ഒരു ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. ഇപ്പം ഇത് 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നബി ചെന്നിട്ട് അവിടെ സ്വലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാറ ശുഹദാഅ ഉഹദിൻ ബഅദ 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ശുഹദാഅ ഉഹദിനെ സിയാറത്ത് ചെയ്തു. എന്നിട്ട് സ്വലാത്തുഹു അൽ ജനാസത്തി, ജനാസസ്കാരം പോലത്തെ ജനാസസ്കാരം നിസ്കരിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ ആയിരുന്നു എന്നാ. ഇത് അയിമ്മത്തിൻ്റെ ഇജ്മാഅാണ്. ആ സ്വലാത്തുഹു എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം ജനാസസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ ആയിരുന്നു. എന്താ ജനാസസ്കാരത്തിലുള്ള ദുആ എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മൾ സുന്നികളാവുന്ന നമ്മൾ അൽ ഫാത്തിഹ പറഞ്ഞ് ദുആ ഇറക്കണത് പോലുള്ള ദുആ. ജനാസസ്കാരത്തിലുള്ള ദുആ എങ്ങനെ? ആദ്യത്തെ തക്ബീറിൻ്റെ ശേഷം ഫാത്തിഹ ഓതണം. രണ്ടാമത്തെ തക്ബീറിൻ്റെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നതിന് മുമ്പ് വയുന്തബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് പറയൽ സുന്നത്താണ് എന്നാ. ഏതിൻ്റെ മുമ്പ്? ഖബല സ്വലാത്തി. അപ്പം രണ്ടാമത്തെ തക്ബീറിലുള്ള പണി എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഇതന്നല്ലേ നമ്മൾ വരക്കണത്. പറയും അൽ ഫാത്തിഹ പറഞ്ഞ് മയ്യത്തിൻ്റെ ഖബറിൽ നിന്ന് ഓതാന്ന് പറയുന്നതായ ദിക്ർ എന്താണ്, ആയത്തുകൾ എന്തെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ സൂറത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഓതേനെ. യാസീൻ ഓത, പിന്നെ ഇഖ്ലാസ് ഓത, അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള സൂറത്തുകളൊക്കെ ഓത. അപ്പം ഖബറിൻ്റെ എടുത്ത് വെച്ചും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ വേണ്ടി കൽപ്പിച്ചതായ സൂറകളൊക്കെ ഓതുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്വഭാവം എങ്ങനെയാവണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാം. മൂന്നാമത്തെ തക്ബീറിലോ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക. മയ്യത്ത് വലിയ ആളാണെങ്കിൽ അവരിൽ നിന്നുള്ള അത് സിയാറത്തിൻ്റെ ഹസ്ബോനാവും മഹാനാവുന്ന ഇമാം സർക്കശി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ എല്ലാ സിയാറത്തും കുന്തുനഹൈതുകും സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ അതൊരു പൊതു തത്വമാണ്. സിയാറത്ത് ഏത് സിയാറത്തിലും അതൊരു കാഫിറുടെ ഖബറിൻ്റെ അടുത്ത് പോയി നോക്കി എന്നാലും ഉണ്ടാവും ആഖിറത്തിനെ പറ്റിയുള്ള ഓർമ്മ. അത് ഏത് സിയാറത്തിനുള്ളതായ ഒരു പൊതു തത്വമാണ്. പക്ഷേ സിയാറത്തുകൾക്ക് എന്തുണ്ടെന്ന് മറ്റു പല വ്യത്യാസങ്ങളുണ്ട്. ബാപ്പാനെ സിയാറത്ത് ചെയ്യും, അത് വാപ്പിയും മകനും തമ്മിലുള്ള ഒരു ബന്ധം. സഹോദരന്മാരെ സിയാറത്ത് ചെയ്യും, അത് മറ്റൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഉസ്താദന്മാരെ സിയാറത്ത് ചെയ്യും, ഉസ്താദന്മാർ മഹാന്മാരാണെങ്കിലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെങ്കിലോ അവരിൽ നിന്നുള്ളതായ മദത്, ആ മദത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് സിയാറത്ത് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരുന്നാലും വേണ്ടിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നികളാവുന്ന നമ്മൾ ദ്വാരക്കുന്നത് പോലെ അൽ ഫാത്തിഹ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നബി ഖബറിൽ നിന്ന് ദുആയിരുന്നു എന്നുള്ളത് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിൻ്റെ നസ്സാണ്. അതിനടിസ്ഥാനത്തിലാണ് സുന്നികളാവുന്ന നമ്മൾ ഖബറുകൾ ചെന്ന് അൽ ഫാത്തിഹ പറഞ്ഞ് ദ്വാരക്കണത്. ഇത് ഈ നബി അങ്ങനെ ചെയ്തിക്കണോ എന്ന് ചോദിച്ചു കിടക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ് സ്വലാത്തുഹു അലൽ ജനാസത്തീൻ. അപ്പോൾ ഉറൂസിലുണ്ടാവുന്ന ഒന്നതാണ്. അപ്പോൾ ഉറൂസ് കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു ചെയ്തു. വർഷം ചെയ്യുമ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സിയാറത്ത്. ഉറൂസിലുണ്ടാവുന്നതല്ലേ പ്രധാനപ്പെട്ട സംഗതിയുള്ള സിയാറത്ത്. മറ്റൊന്നെന്ന് പറഞ്ഞാലോ ഭക്ഷണ വിതരണം. ഒരു മഹാന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബീൻ്റെ ഭാര്യമാരിൽ നിന്നിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പോലെയുള്ള മഹദികളൊക്കെ മരണപ്പെട്ടു. വർഷം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മേലിൽ അറവുകളൊക്കെ അറുത്ത്
പലർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അത് വിതരണം ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ, ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതുകൊണ്ടാണ് ഉറൂസിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കുറേ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതായ ഒരു പണിയല്ല അത് ഉറൂസിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടവരുടെ മേൽ അർത്ഥം കൊണ്ടിട്ട് ആ മാംസം വിതരണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചെന്ന പണിയാണ്. ഇതിൻ്റെ അടിസ്ഥാനമാണ് ഉറൂസിൽ നമ്മൾ ഭക്ഷണ വിതരണം എന്നുള്ളത്. പിന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് വയലുകൾ നടത്തുക. ബാബു ഖുഊദിൽ മുഹദ്ദിസി ഇൻദൽ ഖബർ വഅൗലഹു വസ്വഹാബുഹു എന്ന് ഇമാം ബുഖാരി തങ്ങളുടെ കിതാബിൻ്റെ അധ്യായം തന്നെ അങ്ങനെയാണ്. വയലു പറയുന്നത് ഖബറിൻ്റെ അടുത്ത് നിൽക്കുക ചെയ്യുക, എന്നിട്ട് ചുറ്റും കേൾക്കാൻ വന്നവർ ഇരിക്കും ചെയ്യുക. അതല്ലേ മഹാന്മാരാവുന്ന ആളുകളുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ വയലു നടത്തുന്നത്. അപ്പോൾ ഈ ഉറൂസ് എന്നുള്ളത് പൂർണ്ണമായും അത് ഇസ്ലാമികമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തതായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തെളിയിക്കപ്പെട്ടതായ സംഗതികളാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഉറൂസ് ചെയ്യിക്കുന്നത്. പിന്നെ മൗലിദ് എന്ന് പറഞ്ഞത്, മൗലിദ് ഒരു പ്രധാനപ്പെട്ടതായ ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഹസ്സാൻ ബിൻ സാബിത്തിനോട് പറഞ്ഞു, യാ ഹസ്സാനു ഉഹുജുൽ മുശ്രിക്കീൻ ഔ ഹാജിൽ മുശ്രിക്കീൻ, ഹസ്സാനെ നീ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടുകയെന്ന്. ഓ ജിബിരിയിലും മഅക്ക്, ജിബിരിലിൻ്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഹസ്സാൻ ബിൻ സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകക്കാരാവുന്ന ചില കവികളുണ്ട് എന്ന്. ആ കവികളിൽപ്പെട്ട ഒരു കവിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്ത് തന്നെ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഫഇന്ന അബീ വ വാലിദഹു വ ഇർളി ലിഇർളി മുഹമ്മദിൻ അൻകും യഖാവ്, ഞാൻ എൻ്റെ വാപ്പാൻ്റെ വാപ്പയൊക്കെ ഞങ്ങളെ പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ അഭിമാനത്തിന് ആര് പോറലേൽപ്പിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കലാണ് ഞങ്ങളെ പണി എന്നാ. അങ്ങനത്തെ ഹസ്സാനോട് റസൂൽ പറഞ്ഞു, ഉഹുജുൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീങ്ങൾ എന്നെ ആക്ഷേപിച്ച് പാട്ട് പാടുന്നുണ്ട്, അതിന് മറുപടിയായി നീ പാട്ട് പാടും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണത്. അതിൻ്റെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് എന്തിനു വേണ്ടി പറഞ്ഞു എന്നറിയോ? വ ജിബ്രീലു മഅക്ക് എന്ന് പറഞ്ഞത് അത് മൗലിദ്, അത് പ്രധാനപ്പെട്ട ദിക്റാണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വ ജിബ്രീലു മഅക്ക്, ഹസ്സാനെ ജിബ്രീൽ നിന്റെ കൂടെ ഉണ്ടാവും. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? നീ പാട്ട് പാടിക്കോ ഹസ്സാനെ, നീ പാട്ട് പാടുന്ന പാട്ടെന്താ? അത് മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ച് പാടുകയാണ്, എന്നെ മദ്ഹ് ചെയ്തുകൊണ്ടും പാടുക. അപ്പം എന്നെ മദ്ഹ് ചെയ്യുകൊണ്ട് എൻ്റെ മദ്ഹുകൾ പറയുമ്പോൾ മുശ്രിക്കീങ്ങളെ ആക്ഷേപിക്കുമ്പോൾ എൻ്റെ മദ്ഹു അതിൽ വരുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി മുശ്രിക്കീങ്ങളെ ആക്ഷേപിക്കലും അതിൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ മദ്ഹ് വരിക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്സാനെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാട്ട് പാടുന്ന ആളല്ല. മലായിക്കത്തിൻ്റെ സ്വഭാവം എന്താ? അവർ സർവ്വസമയത്തും അവർ ദാക്കിര്യങ്ങളാണ്. മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ മലക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ അമീൻ എന്നൊക്കെ രേഖപ്പെടുത്തിയ അവരെ സംബന്ധിച്ച് വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അതൊരു മാന്യനാവുന്നതായ ഒരു ദൂതനാണെന്നൊക്കെ പറഞ്ഞ ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ പാട്ട് പാടൂല. അപ്പം ഹസ്സാനെ നീ പാടുന്ന പാട്ട് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്സാനെ. അത് എന്തുകൊണ്ട്? എൻ്റെ മദ്ഹായതുകൊണ്ടിട്ട്. എൻ്റെ മദ്ഹാവുന്ന ദിക്ർ നീ പാടുമ്പോൾ ഓ ജിബ്രീലു മഅക്ക്, ജിബ്രീൽ നിൻ്റെ കൂടെ പാട്ട് പാടും. അപ്പം അമ്പിയാക്കന്മാർ അവരെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ അത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആ ദിക്റായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മൗലിദുകൾ, ആ മൗലിദുകൾ എന്താണ്? മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാരൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇന്ന മൗലിദ് ഓദിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തിനു വേണ്ടി പറയാം? അത് മൗലിദ് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. ആ ദിക്ർ കാരണമായിട്ട് നിൻ്റെ ഈ രോഗത്തിലേക്ക് ഏത് വരും? ശിഫ വരും. അല്ലെങ്കിൽ നീ അകപ്പെട്ടതായ ഈ ബുദ്ധിമുട്ടുകൾക്ക് എന്താവും? അതിനുള്ളതായ ഒരു ഫറജ്, ഒരു തുറവെടുപ്പുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇത് ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് കൊണ്ട് തന്നെ മൗലിദ് ഒരു പ്രധാനപ്പെട്ടതായ ഒരു ദിക്റാണ് എന്നതുപോലെ തന്നെ മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ ഔലിയാ, അള്ളാഹുവിൻ്റെ ശുഹദാ, ഇവർക്കുള്ള അമ്പിയാക്കന്മാർ, ഇവർക്കുള്ള പേരുകളും പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഖുതുബിയ്യത്തിലൊക്കെ ഉണ്ടല്ലോ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ, അത് എന്തിനാ ഒരു 1000 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിലധികമോ അല്ലെങ്കിൽ കുറവോ ആയിട്ട് ഇങ്ങനെ വിളിച്ചു കൂകണേ? അത് പാട്ടായി പാടുകയല്ല. അല്ലെങ്കിൽ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വെറുതെ വിളിച്ചു കൂകല്ലോ. അത് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. എന്തുകൊണ്ട്? റസൂൽ സല്ലല്ലാഹു മഹാനാവുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ, റുബയ്യ ബിൻത് അഫ്റാ ഇവരൊക്കെ റിവായത്ത് ചെയ്യണതായ ഹദീസ് കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കല്യാണ പിറ്റേന്ന് അവരെ വീട്ടിലേക്ക് കയറി വന്നു. അവിടെ ഉണ്ടായ അവസ്ഥയെപ്പറ്റി പറഞ്ഞു, ഇന്ധനാ ജാരിയാത്തുന്നു, നമ്മളെ സമീപം കുറേ ചെറുപ്പക്കാരത്തി പെൺകുട്ടികളുണ്ട്. യൗരിബിന ബി ദുഫി, അവർ ദഫ് മുട്ടലുണ്ട്. എന്തുബിന ബിമൻ ഖുതില മിൻ ആബാഇഹിന്ന ബി ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന അവരെ പിതാക്കന്മാരെ അവർ ബദരീങ്ങളെ എന്നുള്ള വളരെ വേദനയോടുകൂടി അവരെ പേര് ഇങ്ങനെ വിളിച്ചാണ്. ഇപ്പൊ യാ ഔഫ് യാ മുഹിയദ്ദീൻ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്നതുപോലെ ബദരീങ്ങൾക്കുള്ള പേര് പറയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നപ്പോൾ നബി അതിനെ അംഗീകരിച്ചു. നബി എന്താ പറഞ്ഞത്? നബിനെ സംബന്ധിച്ച് മധുകൾ പറയാൻ തുടങ്ങി. നബി പറഞ്ഞു, ലാ തഖൂലീന ഹക്കദ, എന്നെ പറ്റി പറയൽ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബി താന്നാ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ വരാൻ പോണ കാര്യങ്ങൾ അറിയുന്ന ആൾ ഞാനല്ല എന്ന് അല്ല, അതുകൊണ്ട് അത് പറയരുത് എന്നല്ല, എന്നെ പറ്റിയുള്ള പറച്ചിൽ ഇങ്ങനെ പറയരുത്. ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് നിങ്ങളെ വാപ്പമാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട പിതാക്കന്മാരെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മൗലിദാണിത്. ബദരീങ്ങളെ, അത് എല്ലാ ബദരീങ്ങളെയും അല്ല, നിങ്ങളെ വാപ്പയിൽ നിന്ന് ബദറിൽ കൊല ചെയ്യപ്പെട്ടവർ. ഞാനും ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ലല്ലോ. അപ്പം ഇവിടെ മങ്കൂസ് മൗലൂദ്, ബദർ മൗലൂദ് കഴിച്ചുമ്പോൾ പിന്നെ ഒരു മങ്കൂസ് കൂടി ഉണ്ടല്ലോ കൂട്ടിക്കഴിച്ച, ആ പണി വേണ്ടാന്നാണ് നബി പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടും കൂടി ആദ്യം ഉദ്ദേശിക്കണം, അതാദ്യം ഉദ്ദേശിക്കണം. ആദ്യം ഇവരെ വാപ്പന്മാരെ പറ്റി ഓരോ വാപ്പന്മാരെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ബദരീങ്ങളെ എന്ന് വിളിച്ചാണ്. അപ്പം നബി വന്നപ്പോൾ നബിയും ബദരീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്, പക്ഷെ നബിനെ പോലും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്തുബിന വിമൻ ഖുതില മിൻ ആബാഇഹിന്ന ബി ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരെ വാപ്പന്മാരെയും. അപ്പം എന്ത് പറഞ്ഞാൽ മതി? രണ്ടിനും കൂടി സംഘടിപ്പിച്ചതല്ല. നമ്മളുണ്ടല്ലോ മൗലൂദ് ഓതാൻ വേണ്ടി മൗലിയരെ വിളിച്ചു, മങ്കൂസ് ഓതാൻ വേണ്ടി വിളിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ സ്വകാര്യം പറഞ്ഞു, ഏതായാലും അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരുമല്ലോ, ഒരു ബദർ മൗലൂദ് കൂട്ടി ഓതിച്ചാളിയെന്ന്. കൂട്ടിച്ച് ഓതിച്ചു, അതിന് കുഴപ്പമില്ല, പൈസ കൊടുത്താലും മതി, പക്ഷെ രണ്ടും കൂടി ആദ്യം കരുതണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ബദർ മൗലൂദ് ഓതാൻ വിളിച്ചിട്ട് മങ്കൂസ് അതിൻ്റെ കൂട്ടത്തിൽ ഓതുക എന്നല്ല, അത് ശരിയല്ല. രണ്ടും കൂടി ഓതിക്കോ, കുഴപ്പമില്ല, രണ്ടും കൂടി ഓതണം എന്നാവണം ആദ്യം കസ്ത്. അതാണ് നബി പറഞ്ഞത്. അല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നുള്ളത് തെറ്റാണെന്നല്ല നബി പറഞ്ഞത്. നബി മറഞ്ഞ കാര്യങ്ങൾ അറിയും. നബി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അതാണല്ലോ, മറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് എന്തുണ്ടോ അതിനറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ച അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അത് അറിയാൻ കഴിയുന്ന ആളെന്നാണ്. അത്രയും അർത്ഥമുള്ളൂ, അത് അറിയാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അപ്പം നബി മറഞ്ഞ കാര്യം അറിയില്ല എന്നല്ല ബീവിമാർ പറഞ്ഞത്. ഇനി ആ വാക്കൊരു ശിർക്കിൻ്റെ വാക്കാണ് നിൽക്കുക, എന്നാൽ അവരോട് പറയണ്ടേ, നബി ശിർക്കിനെ ഇവിടെ ഉന്മൂലനം ചെയ്യാൻ വന്നതല്ലേ? നബി പറയണ്ടേ, എന്തടി പെണ്ണുങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞത്, ഇത് വളരെ തെറ്റല്ലേ, ഞാൻ മറഞ്ഞ കാര്യം അറിയുന്നില്ല നിങ്ങൾ പറയരുത് എന്നല്ലേ പറയേണ്ടത്. നബി പറഞ്ഞത് എന്താ? ലാ തഖൂലീന ഹക്കദ, ഇപ്രകാരല്ലടി ഇന്നെ പറയല്, ഇന്നെ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ പറയണം എന്നുള്ളത് അതിൽ കരുതണം. അതാ. പിന്നെ ഈ പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുതുബിയത്താണെങ്കിലും ഈ ബദറുമാരിയൊക്കെ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി അത് അംഗീകരിച്ചു. പിന്നെന്താ കുതുബിയത്ത് അംഗീകരിക്കാൻ? എടോ മൊയ്തീൻ ശേഖ് അതിൻ്റെ ശേഷമല്ലേ വന്നത്, അതിന് ശേഷമല്ലേ. അപ്പം പിന്നെ അതായിട്ട് ശേഷം ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? മഹാന്മാർക്കുള്ളതായ പേരുകളെ യാ ഗൗസ് യാ മുഹിയദ്ദീനോ അല്ലെങ്കിൽ യാ ഗൗസ് യാ അഹമ്മദ് അൽ കബീർ റിഫായിന്നോ ഇതൊക്കെ വിളിച്ചത് അത് ശിർക്കല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതൊക്കെ പ്രത്യേകമാവുന്ന ദുആകളും അത് പ്രത്യേകമാവുന്ന ദിക്റുകളുമാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ പ്രത്യേക ദിവസങ്ങളിൽ, അതിന് കുഴപ്പമില്ല. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഒക്കുന്നാന തമന്ന യൗമൽ ജുമുഅ, ഞങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച ആയാൽ വേണ്ടിയിരുന്നു, വെള്ളിയാഴ്ച ആയാൽ വേണ്ടി. എല്ലാവർക്കും വെള്ളിയാഴ്ച ആവാൻ പൂതി. എന്താണെന്നറിയോ? ഇബാദത്ത് ചെയ്യാന്നുള്ളവർക്കല്ല, ആ പൂതി വേറെ പറയുന്നുണ്ട്. ലി ത്വആമിഹ എന്ന് പറയുന്നത്, ഒരു പമ്പർന്നോളം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരും വെള്ളിയാഴ്ച, അത് ചാപ്പിടാൻ വേണ്ടി എല്ലാവരും വെള്ളിയാഴ്ച ആയാൽ വേണ്ടില്ല, വെള്ളിയാഴ്ച ആയാൽ വേണ്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യാണ്, വക്കാനത്ത് ഫീന ഇംറാത്തുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പമ്പർന്നോളുണ്ടായിരുന്നു. അവളെ പണി എന്താണെന്നറിയോ? അവളെ ഈത്തപ്പനത്തോട്ടത്തിലേക്ക് വെള്ളം പോകുന്നതായ ചാല്, ആ ചാലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ചീരപ്പുല്ല് മാരിക്കുള്ളതായ ഒരു പുല്ല് കൊണ്ടുപോയിട്ട് എന്താക്കും? അവിടെ നട്ടുപിടിപ്പിക്കും. എന്നിട്ട് വെള്ളിയാഴ്ച ദിവസമായാലും ഇവളെന്താ ചെയ്യണമെന്നറിയോ? ഒരു അരിവാളെടുത്ത് പോകും, അതിൽ പോയിട്ട് അത് അരിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ഇറച്ചിയും കുറച്ച് മാവൊക്കെ കൂട്ടി അതിൽ കുറച്ച് പഞ്ചാരയൊക്കെ ഉണ്ടാക്കി ഒരു അലീസ് ഉണ്ടാക്കും. എന്നിട്ട് ഒരു പാത്രമായിട്ട് ഒരു ഒടുക്ക് പള്ളിക്ക് വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ആ മുറ്റത്തൊരു മൂലക്ക് ഇരിക്കുന്നു. പെണ്ണുങ്ങൾ ജുമാക്ക് വലിഞ്ഞാണ്, അതാ പറഞ്ഞത്. ആ മുറ്റത്തൊരു മൂലക്ക് ഇരിക്കും. ഇരുന്നിട്ട് സഹാബത്ത് എന്താവും? നിൽക്കാനും കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ധൃതിയാണെന്നാണ് പറയണത്. എല്ലാവരും ചാടി ചെന്ന് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, ഈ ബീവിക്ക് സലാം ചെല്ലും. എന്താ? ഭക്ഷണം ഉണ്ടല്ലോ ഇവിടെ,
എന്നിട്ട് അവർ പറഞ്ഞാൽ ഒരു ഞങ്ങളൊക്കെ കൈകൊണ്ട് തോണ്ടി ഒന്നിങ്ങനെ നാമൊക്കെ അത്രേ കിട്ടുള്ളൂ. എന്നാൽ ഈ സംഗതി വെള്ളിയാഴ്ച കൊടുത്തയച്ചത് അവിടെയല്ല ഞാൻ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ബീവിനോട് പറയേണ്ടത് എന്താ, എടി ഇനി വരുന്ന ആഴ്ച മുതൽ ഈ ഭക്ഷണം കൊണ്ടുവരുന്നിട്ടോ, കൊടുന്നാൽ വേറെ താറാറുണ്ട്. എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് മുജിത്തഹിദീങ്ങളാവുന്ന പലരും ഇവിടെ വരാൻ പോകുന്നുണ്ട്. അവർ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, എന്തേ ഇപ്പോൾ വെള്ളിയാഴ്ച ആ ബീവി ഭക്ഷണം കൊടുക്കുന്നല്ലോ, വെള്ളിയാഴ്ച മാത്രം നബി അതിനെ എതിർത്തിയില്ലേനും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, പ്രത്യേകമായ ദിവസങ്ങളിലൊക്കെ പള്ളിക്ക് ഭക്ഷണം കൊടുത്തേക്കാന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കും. അങ്ങനത്തെ ഒരു ബിദ്അത്ത് ഇവിടെ വരും. അതുകൊണ്ട് ഈ ആഴ്ചത്തോടു കൂടി അത് നിർത്തിക്കാളെന്ന് നബി പറഞ്ഞോ? പറഞ്ഞില്ല. എല്ലാ ആഴ്ചയും പമ്പർന്നോട് കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തൊക്കെ അത് ഭക്ഷിക്കും ചെയ്യണേ. അപ്പം ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റബീഉൽ അവ്വൽ 15 അല്ല ഈ റമളാൻ 27-നും അതുപോലെ തന്നെ റജബ് 27-നും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലെ പള്ളിയിലേക്ക് പ്രത്യേക ഭക്ഷണം കൊടുത്തയക്കണത്, വെള്ളിയാഴ്ച രാവും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ. പിന്നെ ദിവസങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, സ്ഥലങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. മിറാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇമാം ബുഖാരി റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സല്ലിയാഹുന റക്അത്തൈൻ, നബി ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചെന്ന് പറഞ്ഞു. ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചെന്ന് പറഞ്ഞതിന് ശേഷം ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞത് എന്താ, ആ തദ്രി മാഹാദിൽ മക്കാൻ, ഈ സ്ഥലം ഏതാന്നുള്ളത് നബിയെ തങ്ങൾക്കറിയോ? ഹാദാ ബൈത്തുൽ അഹ്മിൻ ഫീഹി വുലിദ ഈസാ, കണ്ടോ, ഇത് ബൈത്തുൽ അഹ്മാണ്, ഇവിടുന്നാണ് ഈസാ നബിനെ പ്രസവിക്കപ്പെട്ടത്. അപ്പം ഈസാ നബിനെ പ്രസവിക്കപ്പെട്ടത് കൊണ്ട് ഈ സ്ഥലത്തിനൊരു പുണ്യമുണ്ട്, ഇവിടുന്ന് നിസ്കരിച്ചെന്നാ. അപ്പം അമ്പിയാക്കന്മാരെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തിനൊക്കെ പുണ്യമുണ്ട്. അമ്പിയാക്കന്മാർക്ക് രൂപത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലത്തിനൊക്കെ പുണ്യമുണ്ട്. മൂസ നബിക്ക് രൂപത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്തിനെ പറ്റി പറഞ്ഞത് എന്താ, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാന്നല്ലേ, തുവാ എന്നുള്ള പേരുള്ള ആ വിശുദ്ധമായ തായ്വരയിലാണുള്ളത്. ഫഖ്ലഅൻ അലൈക്ക്, ചെരുപ്പൂരി കയറിക്കോ എന്നാണ് പറഞ്ഞത് മൂസ നബിനോട്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് പുണ്യമുണ്ട്. അപ്പം സ്ഥലങ്ങൾക്ക് പുണ്യമുണ്ട്. ഈ സ്ഥലങ്ങൾക്കുള്ള പുണ്യം എങ്ങനെ, മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലമാകുമ്പോൾ ആ സ്ഥലത്തിനൊക്കെ പുണ്യം ഉണ്ടാവും. മഹാന്മാരോട് ബന്ധപ്പെട്ട ദിവസത്തിനൊക്കെ പുണ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് തിങ്കളാഴ്ചക്ക് പുണ്യമുണ്ട് എന്ന് പറഞ്ഞില്ലേ. തിങ്കളാഴ്ചക്ക് പുണ്യം ഉണ്ടാവാനുള്ള കാരണം എന്താ, ദാക യൗമുൻ വുലിദ്തു ഫീഹി, അന്ന് എൻ്റെ ജന്മദിനാണ്. എല്ലാ തിങ്കളാഴ്ചക്കും ഇവിടെ പുണ്യമുണ്ട്. എന്താ പുണ്യം? എല്ലാ തിങ്കളാഴ്ച എന്നുള്ളത് മറ്റുള്ള ദിവസം പോലുള്ള ദിവസം തന്നെയാണ്. പക്ഷെ എല്ലാ തിങ്കളാഴ്ചക്കും പുണ്യമുണ്ട് എന്ന് പറയാൻ കാരണം എന്താ, ദാക യൗമുൻ വുലിദ്തു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം. അപ്പം ജന്മദിനത്തിലേക്ക് പുണ്യമുണ്ട്. അത് നബിൻ്റെ ജന്മദിനാവുമ്പോൾ ആ ദിവസത്തിലേക്ക് പുണ്യമുണ്ട്. മഹാന്മാരോട് ബന്ധപ്പെട്ടതായ എന്ത് സ്ഥലങ്ങളുണ്ടോ, എന്ത് സമയങ്ങളുണ്ടോ, ഏത് ദിവസങ്ങളുണ്ടോ അതിനൊക്കെ പുണ്യമുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിശ്വാസമാണ്. ഇതുകൊണ്ടാണ് പ്രത്യേകമായ ദിവസങ്ങൾ, ആ ദിവസങ്ങളെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ പരിഗണിച്ച്, അത് തിങ്കളാഴ്ച രാവാണെങ്കിലും റജബ് 27 ആണെങ്കിലും റബീഉൽ അവ്വൽ 12 ആണെങ്കിലും അതുപോലത്തെ മറ്റുള്ളതായ പുണ്യമായ ദിവസങ്ങളൊക്കെ നമ്മളിവിടെ അതിനെ പ്രത്യേകമായി ആചരിച്ചു പോകുന്നത് എന്തുകൊണ്ടിട്ടാന്ന് ചോദിച്ചാൽ ആ ദിവസങ്ങൾക്കൊക്കെ പ്രത്യേകമായ പുണ്യം ഉണ്ടായത് കൊണ്ടിട്ടാണ്.